ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു ഡെയിലി ലൈഫ് ഉള്ള വീഡിയോ ആണ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു വ്ളോഗ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീച്ചിട്ട് ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പം രാവിലെ ഒരു ഖുർആൻ ക്ലാസ്സിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അത് നോക്കുമായിരുന്നു. രാവിലെ എണീച്ച പാടന്നെ ഞാൻ ആ ടൈമിന് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളെ ലൈഫിൽ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഖുർആൻ ഓതലും എന്തെങ്കിലുമായിട്ട് മതപരമായിട്ട് ചെയ്യുന്നത് ഒരു നല്ലൊരു കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഒരു മോട്ടിവേഷനും കൂടിയാണ്. ഒരു ഫുൾ ഡേ നമുക്കൊരു നല്ലൊരു മൈൻഡ്ഫുള്ളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒന്നിക്കിൽ ഓതാം, അല്ലെങ്കിൽ കുറച്ച് സമയം തർജ്ജമ കേൾക്കാം, അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടെങ്കിൽ അത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ രാവിലെ എണീച്ചപാട് ചെയ്യുന്ന ഒരു കാര്യം. പിന്നെ ഞാൻ ചെടികളൊക്കെ നോക്കും, ജസ്റ്റ് ഒന്ന് നോക്കും. ഇങ്ങനെ ഒരു കുറച്ച് സമയം പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പച്ചക്കറികളുണ്ട്, അപ്പോൾ അതൊക്കെ എടുക്കാനുണ്ടെങ്കിൽ അതും നോക്കും. പിന്നെ ഇതെല്ലാം നമ്മളെ മൈൻഡ് ഒരു സെറ്റാകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ചെടികൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. ഗാർഡനിങ് ഒക്കെ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യും. രാവിലെയും വൈകിട്ടാണ് ഞാൻ ഇതിലേക്ക് മുറ്റത്തെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ പണിയുണ്ടെങ്കിൽ അതും ചെയ്യും. അപ്പോൾ ഇത് ഇങ്ങനെ നോക്കിയിട്ട് എടുക്കാനില്ല പച്ചക്കറികളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് ചെയ്യാം. പിന്നെ രാവിലെ തന്നെ എണീച്ചിട്ട് അലക്കേണ്ട കാര്യങ്ങൾ ഞാൻ അന്നേരം തന്നെ ഇട്ട് വെക്കുന്നതാണ്. ഒന്നും കൂട്ടി വെക്കുന്ന പരിപാടിയില്ല. അപ്പം രാവിലെ തന്നെ അലക്കി കഴിഞ്ഞിട്ട് ആണ് ഞാൻ കിച്ചൺ പണിക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് അലക്കലെന്ന് പറഞ്ഞാൽ എണീച്ച പാടെ തന്നെ അതിൽ സെറ്റാക്കി വെച്ചിട്ട് ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇത് കഴിയും. അപ്പം റാക്കിൽ ഇങ്ങനെ മഴ പെയ്യുന്നതുകൊണ്ട് റാക്കിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അത് പണിയാണ് ഇപ്പം ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ പണിയൊക്കെ വേഗം രാവിലെ തന്നെ തീർത്താൽ നമുക്ക് ഫുൾ ഡേ എനർജി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കുറേ ഫ്രീ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ എല്ലാ പണിയും അന്നേരം തീർക്കുന്നതാണ് ഒരു നല്ലൊരു കാര്യം ചെയ്യുന്നത്. അപ്പം എല്ലാവരും അത് അങ്ങനെ ട്രൈ ചെയ്യാൻ നോക്കാം. പണികളൊക്കെ അന്നേരം തീർക്കുമ്പോൾ രാവിലെ തന്നെ തീർക്കുമ്പോൾ നമ്മൾ ഫുൾ ഡേ ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ബിരിയാണി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് മാരിനേറ്റ് ആക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ്. ഒരു തട്ടിക്കൂട്ടൽ ബിരിയാണി എന്ന് തന്നെ പറയാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ആക്കി വെക്കാം. നല്ലോണം മാരിനേറ്റ് ആക്കി വെച്ചാൽ അത്രയും നല്ലത്. ഈ പണി ഞാൻ പൊതുവേ ഞാൻ ചെയ്തിട്ട് ഫ്രിഡ്ജിലാക്കി വെക്കുന്നതാണ്. അപ്പം ഇത് പെട്ടെന്നായതുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ച്. പിന്നെ ഇത് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കിയിട്ട് എല്ലാ ഭാഗവും നല്ല കോട്ട് ചെയ്തെടുക്കുക. ഇതിനിപ്പോൾ ചിക്കൻ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചേരി പീസ് ഞാൻ മാറ്റി വെക്കാറുണ്ട്. അത് കടികളാക്കാൻ മോനിക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്കോ അല്ലെങ്കിൽ വൈകിട്ട് എന്തെങ്കിലും കടിയാക്കണമെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് പീസ് മാത്രം, ചേരി പീസ് ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ഞാൻ മാറ്റി വെക്കാറുണ്ട്. ഇപ്പോൾ ഫ്രൈ ചെയ്യുന്ന ആദ്യം ഇത് ചിക്കൻ ഫ്രൈ അത്ര മസാല ഒന്നും ഇട്ടിട്ടില്ല. കുറച്ച് മസാല കാശ്മീരി ചില്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം ജസ്റ്റ് അത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. ജസ്റ്റ് ഒന്ന് ആ മസാല പിടിക്കുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. പിന്നെ ബാക്കി നമ്മൾ കുക്കറിലാണ് മസാല ആക്കുന്നത്. അപ്പോൾ അതിൽ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി വെക്കാം. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് എൻ്റെ എല്ലാ വീട്ടുപണിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. കുളിച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇത് കിച്ചണിലേക്ക് ഇറങ്ങുക. അപ്പോൾ നമ്മൾ ഉള്ളി നല്ലോണം നേർങ്ങനെ ഞാൻ മുറിച്ചിട്ടുള്ളത്. അത് ഞാൻ ബ്ലേഡിലാണ് ചെത്തിയിട്ടുള്ളത്. അപ്പം കത്തി കൊണ്ടല്ല, ബ്ലേഡിലാക്കിയാൽ നല്ല തിൻ സ്ലൈസായിട്ട് കിട്ടും. അപ്പോൾ കുക്കറിൽ നല്ല മസാല ആക്കാൻ വേണ്ടിയിട്ട് 3 വലിയ ഉള്ളി വലുതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായേ വേണ്ടു. അത് നന്ന് കുക്കാക്കി എടുക്കൊന്നും വേണ്ട. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മസാല കണ്ടാൽ ഇത് ജസ്റ്റ് മസാല ഒന്ന് കുക്കായാൽ മാത്രം മതി. എന്നിട്ട് തീ ഓഫാക്കി വെക്കാം. ഇതിലേക്ക് മസാല ഏകദേശം ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു വഴന്ന് വരുമ്പോൾ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഞാൻ 2 വലുതാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മസാല ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ നല്ല മസാല ആയിട്ട് കിട്ടും കേട്ടോ. പിന്നെ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഉപ്പും ഇട്ടിട്ട് ഈ ചിക്കൻ അതിലേക്ക് തട്ടിക്കൊടുക്കുന്നതാണ്. അതിൽ കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടില്ലു. അപ്പോൾ ആ ഓയിലടക്കം ഒന്ന് ഞാൻ അത്രയും ഓയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഞാൻ അതിലേക്ക് ഇട്ടിട്ട് വെള്ളം ഞാൻ ചൂടുവെള്ളം ഒരു 1/2 കപ്പ് 1/4 കപ്പിൻ്റെ അത്ര വെള്ളം മാത്രം മതി. അതിൽ എല്ലാം കൂടിയിട്ട് മിക്സാക്കി ഉപ്പും നിങ്ങൾ നോക്കുക ടേസ്റ്റ് അനുസരിച്ചിട്ട്. പിന്നെ വേറെ മസാലപ്പൊടികളൊന്നും ഇതിലിടുന്നില്ല. എന്നിട്ട് ക്ലോസ് ചെയ്തിട്ട് 3 വിസിലാകുന്നവരെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. എന്നിട്ട് ഓഫാക്കി വെക്കാം. അപ്പോൾ നമ്മളെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കരിവേപ്പിലയും പുതിനയിലയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ടേസ്റ്റിന് മാത്രം.
പിന്നെ ചോറാക്കുന്ന സമയത്ത് ചോറാക്കുന്ന അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഉള്ളി ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്, ബ്രൗൺ ആകുന്നവരെ. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് ചോറ്റിനുള്ള ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒരു ഹാഫ് ഉള്ളിയാണ് എടുത്തിട്ട് അരിഞ്ഞിട്ടാണ് ഇട്ടെടുക്കുന്നത്. കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് ചൂടായി വരുമ്പം പിന്നെ നമ്മൾ അരി ഏകദേശം 2 കപ്പാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ബിരിയാണിയല്ലേ വറുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തിളച്ച വെള്ളമൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. കരിവേപ്പില ഇടുന്നത് നമ്മളെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. പിന്നെ നമ്മളെ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ 1 ടീസ്പൂണിൻ്റെ നെയ്യ് ആണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് വരും. എന്നിട്ട് അടിച്ച് വെച്ചിട്ട് ഒരു 3/4 വേവായിട്ട് വെന്ത് വരണം. അത് വെന്ത് വന്നാലാണ് ഞങ്ങൾ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ജീരപ്പൊടിയും ഗരം മസാലപ്പൊടിയും നമ്മളെ മല്ലിച്ചപ്പും കറിവേപ്പിലയും പുതിനയിലയും എല്ലാം ഇട്ടെടുത്ത് പിന്നെ ഉള്ളി കുറച്ച് പൊരിച്ച ഉള്ളി ഉണ്ടായിരുന്നല്ലോ ആദ്യം വെന്ത്, അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ ഗ്രേവി അവിടെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ചോറ് പകുതി ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് അന്ന് ഞാനിത് ദമ്മാക്കിയിട്ടിടുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ മസാലപ്പൊടികളും ചപ്പും ഉള്ളി പൊരിച്ചതും ഒക്കെ ഇട്ടിട്ട് നല്ല മിക്സാക്കി വെക്കാം. ഇതെല്ലാം കൂടിയിട്ട് ദമ്മിൻ്റെ ഇടയിലാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളെ മസാല അതിലേക്ക് മേലെ ഇട്ട് കൊടുത്തിട്ട് ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. ചില ആൾക്കാർ ഉപ്പ് ഇടും, ഈ ഇടയിലൊന്നും ഉപ്പ് ഇടുന്ന ആൾക്കാരുണ്ട്. അപ്പം അതും കൂടി ഇട്ടിട്ട് നമ്മൾ മസാല ഇവിടെ ഫുൾ മസാല അത് തികച്ചും തന്നെ ഇതിലേക്ക് ദമ്മാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. അരിയും അതിൻ്റെ മേലെ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്പ്രെഡാക്കി വെക്കാം. എന്നിട്ട് ചോറ് ഇട്ടിട്ട് ദമ്മിലാണ് ഇടുന്നത്. ഇത് സാധാരണ ഒരു വേഗം ഒരു ചോറ്റിന് വേണ്ടിയിട്ടുള്ള ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. മേലെ ക്യാരറ്റിനാണ് ഇട്ട് കൊടുക്കുന്നത്. ക്യാരറ്റ് ഒരു നല്ലൊരു ടേസ്റ്റുമാണ് മസാലയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദം ഒരു 15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റ് മതി. അതാകുമ്പോഴേക്ക് നമ്മളെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടുള്ളൊരു ബിരിയാണിയാണിത്. കോഴി ഫ്രൈ ചെയ്തിട്ട് വെക്കുന്ന ബിരിയാണി. ഇത് അടിപൊളി ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 കപ്പിന് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ചില അരിൻ്റെ ഇതുപോലെ ഇരിക്കും, ചില സമയത്ത് നിങ്ങൾ 2 ഗ്ലാസ് എടുക്കേണ്ടി വരും. അപ്പോൾ ഓരോരാൾക്ക് നെയ്ച്ചോറിന് എങ്ങനെ വെക്കുന്നത് അതുപോലെ ആക്കിയാലും മതി. അപ്പോൾ ഇവിടെ നമ്മളെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ.